scriptures, നാം ദൈവവചനം പഠിക്കുമ്പോൾ the scriptures teaches us two kinds of faith. രണ്ട് പ്രകാരമുള്ള വിശ്വാസത്തെക്കുറിച്ച് നാം വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. One is called a saving faith. ഒന്ന് രക്ഷിക്കുന്ന രക്ഷയുടെ വിശ്വാസം. Another is called a living faith. മറ്റൊന്ന് ജീവിക്കുന്ന ജീവനുള്ള വിശ്വാസം. Saving faith is the one we put on the Lord Jesus Christ once and for all, which gives us salvation and deliverance. നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ രക്ഷയ്ക്കായി ഒരിക്കലായി നാം കർത്താവായ യേശുവിൽ അർപ്പിച്ച ആ വിശ്വാസത്തെയാണ് രക്ഷയുടെ വിശ്വാസമായി നാം മനസ്സിലാക്കുന്നത്. But living faith is the one that we exercise daily in our spiritual life. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന, നാം അർപ്പിക്കുന്ന വിശ്വാസത്തെയാണ് ജീവനുള്ള വിശ്വാസമായി മനസ്സിലാക്കുന്നത്. And the more we have this living faith, the more we are closer to God, and the more we are closer to God, the more God blesses us and uses us for His own glory. അധികമായ നമ്മുടെ അനുദിന ജീവിതത്തിലെ വിശ്വാസം നമ്മെ ദൈവത്തോട് അധികമായി അടുപ്പിക്കുകയും അധികമായി കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെടുകയും ചെയ്യും. There is a classic chapter in the New Testament which talks and speaks about this living faith in a believer's life. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ജീവിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പ്രത്യേക വേദഭാഗമുണ്ടല്ലോ. We find that in the Epistle of Hebrews chapter 11. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായമാണ് ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നത്. It is called as the chapter of faith. വിശ്വാസത്തിന്റെ അധ്യായം എന്ന് തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. There we find the stalwarts of faith and how they live and work for the glory of God in faith. വിശ്വാസത്തിൽ ജീവിച്ച ആ വിശ്വാസത്തിന്റെ നായകന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. And when we read chapter 11, ഈ 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ the writer to the Hebrews starts by taking the names of men and women of God in this chapter. ഈ അധ്യായത്തിൽ ലേഖകൻ അനവധി ദൈവദാസന്മാരെ, ദൈവദാസികളുടെ പേരെടുത്ത് പ്രതിപാദിക്കുകയാണ്. Starting from Abel, he mentions so many names here in this chapter. ഈ അധ്യായത്തിൽ ആബേൽ മുതൽ അനവധി ദൈവദാസന്മാരുടെ പേര് നാം വായിക്കുന്നു. And when we read verse 36 onwards, 32 onwards, 32 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ there the writer says, seems as if he has run out of words, and he says, what shall I say about these brethren? ഇവിടെ ലേഖകൻ ഈ നിലയിൽ പ്രതിപാദിച്ചു എന്ന് പറയുകയാണ്, ഇനി ഞാൻ എന്താണ് പറയേണ്ടത്, പറയുവാൻ വാക്കുകൾ തന്നെ തനിക്കില്ലാത്ത ഒരു അവസ്ഥ. Time would fail me if I talk about so and so and so and so and so on. ഇവരെ കുറിച്ച് ഇനി പറയുവാനുള്ള അനേകരെ കുറിച്ച് പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനുള്ള സാവകാശം എനിക്കില്ല എന്ന് താൻ പറയുന്നു. And when we read chapter 11, 11-ാം അധ്യായം നാം വായിക്കുമ്പോൾ we see that two great characters have been given most of the attention in verses in this chapter. ഈ അധ്യായത്തിൽ രണ്ട് പ്രധാന വ്യക്തികൾക്ക് അധികം സമയം അവരെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. You know whom I am talking about. ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായി കാണുമല്ലോ. First we see about the life of Abraham and Sarah. ആദ്യമായി അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തെ വായിക്കുന്നു. So many verses talk about their living faith and how they did things for glory of God. ദൈവമഹത്വത്തിനായി എങ്ങനെ ജീവിക്കുന്ന വിശ്വാസമുള്ളവരായിരുന്നു ഇവരെന്ന് നാം ആദ്യ ഭാഗങ്ങളിൽ വായിക്കും. And then we read about the life and work and faith of Moses. പിന്നീട് മോശയുടെ ജീവിതം, വിശ്വാസം, പ്രവൃത്തിയാണ് രണ്ടാമതായ പ്രധാന വിഷയം. These two characters outstand in this chapter. ഈ അധ്യായത്തിൽ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ വളരെ വ്യത്യസ്തമായി കാണപ്പെടുകയാണ്. We shall consider a few things about the living faith of Abraham and Sarah today. ഇന്ന് നാം അബ്രഹാമിന്റെയും സാറയുടെയും വിശ്വാസത്തിന്റെ ചില വിശേഷതകൾ ശ്രദ്ധിക്കും. And tomorrow, God be willing, we shall talk about the living faith of Moses. ദൈവഹിതമായാൽ നാളെ നാം മോശയുടെ ജീവിത വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. When we study about the life of Abraham, അബ്രഹാമിന്റെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ we see so many truths that we can learn in our spiritual life. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പഠിക്കേണ്ട അനവധി പാഠങ്ങൾ തന്റെ ജീവിതത്തിൽ നാം കാണുന്നു. I don't want to go into all the details. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് നാം പോകുന്നില്ല. But I just want to make one statement and support it this morning. ഒരു വാക്യം മാത്രം പറഞ്ഞ് ആ കാര്യം നാം ഇവിടെ മുന്നോട്ട് പോവുകയാണ്. The life of Abraham and Sarah declares unto us, അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ഓർപ്പിക്കുന്ന വിഷയം, the living faith does not consider the hard
life. ജീവിതത്തിന്റെ എങ്ങനെ, എന്ത്, എപ്പോഴെന്നുള്ള ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ലാത്തതാണ് ജീവിക്കുന്ന വിശ്വാസം എന്ന സത്യം നാം ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുകയാണ്. Shall I repeat it once again? ഒരിക്കൽ കൂടെ ഞാൻ ഈ പറഞ്ഞത് ആവർത്തിക്കട്ടെ. The life of Abraham and Sarah declares unto us, അബ്രഹാമിന്റെയും സാറയുടെയും വിശ്വാസ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, the living faith does not consider the how, when and why of human life. മാനുഷിക ജീവിതത്തിന്റെ എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന ചോദ്യത്തിന് പ്രസക്തമല്ലാത്തതാക്കുന്ന ഒന്നാണ് ജീവിക്കുന്ന വിശ്വാസം എന്നുള്ളത്. When we lead our life in this world, ഈ ലോക നമ്മുടെ ജീവിതത്തിൽ many times such situations come in our lives. അനവധി ആയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. We ask Lord how it is going to be possible. കർത്താവിനോട് നാം ചോദിക്കുകയാണ്, കർത്താവേ ഇത് എങ്ങനെ സാധിക്കും? We ask Lord when it is going to be over. കർത്താവേ ഇത് എപ്പോൾ അവസാനിക്കുമെന്ന് നാം ചോദിക്കുന്നു. We sometimes doubt, Lord, why it is like this in my life. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് എന്ന് നാം പലപ്പോഴും കർത്താവിനോട് ചോദിക്കാറുണ്ട്. But the living faith does not consider the how, when and why of human life. മാനുഷിക ജീവിതത്തിന്റെ എന്ത്, എങ്ങനെ, എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് ജീവിക്കുന്ന വിശ്വാസത്തിന് യാതൊരു പ്രസക്തിയും ഇല്ലാതാക്കി തീർക്കുകയാണ്. Shall we read a couple of verses from Hebrews chapter 11? എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Hebrews chapter 11 verse 11 and 12. അതിന്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമുക്ക് പ്രഥമമായി വായിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായം 11ഉം 12ഉം വാക്യങ്ങൾ. By faith Sarah herself received power to conceive even when she was past the age, since she considered him faithful who had promised. Therefore from one man, and him as good as dead, were born descendants as many as the stars of heaven, and as many as the innumerable grains of sand by the seashore. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. Here we see that the living faith of Sarah and Abraham, and Sarah in particular, did not consider how it is going to happen. ഇവിടെ അബ്രഹാമിന്റെയും സാറയുടെയും ജീവിക്കുന്ന വിശ്വാസം ഈ കാര്യം എങ്ങനെ സാധിക്കുമെന്നുള്ള ആ ചോദ്യത്തിലേക്ക് അവരെ നയിച്ചില്ല. When God promised Abraham and Sarah that a son shall be born to you, അബ്രഹാമിനും സാറയ്ക്കും ഒരു മകനുണ്ടാകുമെന്ന് ദൈവ വാഗ്ദത്തം അവർ പ്രാപിച്ചപ്പോൾ, initially when Sarah heard this, she laughed. ആരംഭത്തിൽ സാറ ഇത് കേട്ട് ചിരിക്കുന്നതായി വായിക്കുന്നു. But then here we see she believed on the one who promised. എന്നാൽ ഇവിടെ നാം വായിക്കുന്നു, വാഗ്ദത്തം ചെയ്തവനെ അവൾ വിശ്വസിച്ചു. She forgot the how question of this great promise. ഈ വാഗ്ദത്തത്തിന്റെ എങ്ങനെ എന്നുള്ള വിഷയം അവൾ മറന്നു കളഞ്ഞു. She did not think how it is going to take place. ഇത് എങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യം അവൾ ചോദിക്കുന്നില്ല. She did not doubt, Lord, how in the world this is going to happen. കർത്താവേ ഇത് എങ്ങനെ എന്റെ ജീവിതത്തിൽ, എന്റെ അനുഭവത്തിൽ ഉണ്ടാകുമെന്ന് അവൾ സംശയിക്കുന്നില്ല. Her life and commitment tells us this morning, dear believers, that the how factor belongs to God and not to us. അവരുടെ ജീവിതവും വിശ്വാസവും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിത പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ എങ്ങനെയെന്നുള്ള ചോദ്യം നമുക്കല്ല, കർത്താവാണ് നോക്കുന്നത്, കർത്താവിനുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുകയാണ്. Our duty is to believe on His promises. നമ്മുടെ ഉത്തരവാദിത്വം അവന്റെ വാഗ്ദത്തങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. Our work is to exhibit the living faith in our day-to-day practical life. നമ്മുടെ അനുദിന പ്രായോഗിക ജീവിതത്തിൽ ഈ ജീവിക്കുന്ന വിശ്വാസത്തെ വെളിപ്പെടുത്തുക, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. And the how factor, the Lord will take care. എങ്ങനെയെന്നുള്ള വിഷയം ദൈവം നോക്കിക്കൊള്ളും. I have two children, എന്റെ 2 മക്കളാണ്, a daughter and a son. മോളും മോനും. When my daughter was small, എന്റെ മോള് വളരെ ചെറുതായിരുന്നപ്പോൾ she used to play a game with me. എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കളിക്കുന്ന സന്ദർഭമുണ്ട്. I used to make her stand on an elevated window pan. വിൻഡോയിൽ ഒരു ഉയർന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാറുണ്ട്. And she used to stand there and I used to say, baby, jump, and I used to catch her in my arms. ഈ മോള് ഉയർന്ന ജനാലയിൽ ഉയർന്ന സ്ഥലത്ത് നിന്ന് നിൽക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മോള് നീ താഴേക്ക് ചാടില്ല, ഞാൻ പിടിച്ചുകൊള്ളാം. And you know what she used to do? ഈ മോൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾക്കറിയാമോ? She used to jump. അവള്
ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടാറുണ്ട്. She knows my dad is strong enough and he will catch me. അവൾക്കറിയാം അവളുടെ പപ്പ വളരെ ശക്തനാണ്, തന്നെ പിടിച്ചുകൊള്ളുമെന്ന് അവൾ മനസ്സിലാക്കും. So after playing this game for quite a while, കുറച്ചു നേരം ഈ നിലയിൽ കളിച്ചതിന് ശേഷം her mother came in the scene. പിന്നെ അവളുടെ അമ്മ അവിടേക്ക് കടന്നു. Her mother means my wife. എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ, സഹോദരൻ. So she came and said, "Okay, baby, jump, I'll catch you." അവൾ വന്ന് പറയും, മോളെ നീ ചാടിക്കൊള്ളൂ, ഞാൻ നിന്നെ ഇനി പിടിച്ചുകൊള്ളാം. And you know what happened? അപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? She didn't jump. അവൾ ചാടാറില്ല. She didn't jump. അവൾ ചാടുന്നില്ല. And then she said, "Okay, now you call." She will not jump. You see. പിന്നെ അവൾ എന്നോട് പറയും, ഇനി നിങ്ങളൊന്ന് പോയി പറഞ്ഞു നോക്ക്, അവൾ ചാടുമോ നമുക്കറിയാമല്ലോ. She stood there. മോള് അവിടെ കയറി നിന്നു. I said, "Baby, jump." ഞാൻ പറഞ്ഞു, മോളെ നീ ചാടിക്കൊള്ളുക. അപ്പോൾ അവൾ ചാടി. And I caught her. ഞാൻ അവളെ പിടിച്ചു. And looking at this game, ഈ കളി ശ്രദ്ധിച്ചുകൊണ്ട് my younger brother came. എന്റെ ഇളയ സഹോദരൻ കടന്നു വന്നു. And he said, "You move and I'll play this with her." സഹോദരൻ വന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ ഈ കളി തുടരാം. And she stood there, and this younger brother of mine said, "Baby, jump, I'll catch you." Chachu means uncle in Hindi. Chachu will catch you. ഇളയ സഹോദരൻ വന്ന് പറഞ്ഞു, ഇനി ഡാഡിയല്ല, നിന്റെ അങ്കിള് ഞാനാണ് ഇനി പിടിക്കാൻ പോകുന്ന, മോളെ നീ മേളിൽ നിന്ന് ചാടിക്കൊള്ളുക. And you know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? Yeah, you know it. She didn't jump. നിങ്ങൾക്കറിയാം, അവൾ ചാടിയില്ല. Then he challenged me. പിന്നെ സഹോദരൻ എന്നെ വെല്ലുവിളിച്ചു. Now you ask her, she will not going to jump. ഇനി നിങ്ങളൊന്ന് പോയി ചോദിച്ചു നോക്ക്, ചേട്ടനൊന്ന് പോയി ചോദിച്ചു നോക്ക്, ഇവിടെ ചാടുമോ. She stood there. അവൾ അവിടെ ഉയരത്തിൽ കയറി നിന്നു. I called, "Baby, jump." ഞാൻ പറഞ്ഞു, മോളെ നീ ചാടുക. And you know something? എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൾ പിന്നെയും മുകളിൽ നിന്ന് താഴേക്ക് ചാടി. What is she telling? എന്താണ് അവള് നമ്മെ മനസ്സിലാക്കുന്നത്? Though she didn't open her mouth, അവളൊന്നും പറയുന്നില്ല, സംസാരിക്കുന്നില്ല. though she is not speaking verbally, ശബ്ദത്തിലൊന്നും നമ്മളോട് പറയുന്നില്ലെങ്കിൽ പോലും, but in her actions she is giving a great message. അവളുടെ പ്രവൃത്തിയിൽ കൂടി ഒരു വലിയ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. My mom is not strong enough to catch me. എന്നെ പിടിക്കുവാൻ ഞാൻ താഴേക്ക് ചാടുമ്പോൾ എന്റെ അമ്മ വളരെ ശക്തിയായ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. My uncle is not strong enough to catch me. എന്നെ പിടിക്കുവാൻ എന്റെ അങ്കിളും അത്ര ശക്തനാണെന്ന് തോന്നുന്നില്ല. But when I jump, my dad is strong enough to catch me. എന്നാൽ ഞാൻ താഴേക്ക് ചാടുമ്പോൾ എന്നെ പിടിക്കുവാൻ ശക്തനായി എന്റെ പപ്പയാണുള്ളത്. She doesn't think how my dad is going to catch. ഇത് എങ്ങനെ അവൻ പിടിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. She didn't think what if he falls. അവൻ താഴേക്ക് വീണുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. She didn't think what if I fall. ഞാൻ വീണാൽ എന്ത് സംഭവിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. She is not considering the how factor of jumping. ഈ താഴേക്ക് ചാടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് യാതൊരു നിലയിലും അവൾക്ക് ചിന്താ വിഷയമല്ല. All that she knows is however he catches, he will do it. My duty is to jump into the arms of my father. അവൾക്ക് ഇത്രമാത്രം അറിയാൻ, ഞാൻ താഴേക്ക് ചാടുമ്പോൾ എങ്ങനെയായിരുന്നാലും ഞാൻ താഴെ വീഴാതെ വണ്ണം എന്റെ പപ്പ എന്നെ പിടിച്ചുകൊള്ളു. Hebrews chapter 11 verse 11 says, as we just read, by faith Sarah conceived. നാം ഇവിടെ ഇബ്രായലേഖനം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വായിച്ചതുപോലെ സാറ വാഗ്ദത്തം പ്രാപിച്ചവരിൽ നിന്ന് വിശ്വസിച്ച് പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. She believed. അവൾ വിശ്വസിച്ചു. She didn't think how. എങ്ങനെയെന്നുള്ള ചോദിച്ചില്ല. Because she knew the how factor belongs to God. അവൾക്കറിയാമായിരുന്നു എങ്ങനെയെന്നുള്ള വിഷയം ദൈവത്തിനുള്ളതാണ്. Dear brethren, let's take courage this morning. പ്രിയമുള്ളവരെ, നാമും ശക്തി പ്രാപിക്കുക. When things go wrong in our lives, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാത്ത വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ, when we are perplexed and worried in our lives, നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം ചിന്താകുലരാകുമ്പോൾ, let's never be thinking or bothering about the how question of human life. മാനുഷിക ജീവിതത്തിന്റെ എങ്ങനെയെന്നുള്ള വിഷയത്തെ കുറിച്ച് ഭാരപ്പെടാതിരിക്കുക. That is his business. അത് അവന്റെ കാര്യമാണ്. He will take care. അവനത് നോക്കിക്കൊള്ളും. All that we have to do is exercise this living faith on him in our day-to-day practical life. നമ്മുടെ അനുദിന പ്രായോഗിക ജീവിതത്തിൽ ഈ ജീവിത വിശ്വാസം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയട്ടെ. When we read Joshua chapter 10, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ, we see the Israelites are fighting with the enemies called Amorites. അമോര്യരുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ നാം അവിടെ കാണുന്നു. And Joshua, under the captaincy of Joshua, they are fighting. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം അവിടെ യുദ്ധം They ചെയ്യുകയാണ്. have to win the war before the sun sets down. ഈ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ വിജയം അവർക്ക് നേടേണ്ടതായിട്ടുണ്ട്. And they were fighting a big fight there. വളരെ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. And in the midst of that war, something happens. ഈ യുദ്ധമധ്യേ ചിലത് സംഭവിക്കുകയാണ്. Joshua went out and spoke to the Lord. യോശുവ
യോശുവ കടന്നുപോയി ദൈവത്തോട് സംസാരിക്കുന്നു. And after speaking to the Lord, he looks at the sun and says, "Sun, stop at Gibeon." കർത്താവിനോട് സംസാരിച്ചതിന് ശേഷം സൂര്യനോടുള്ള യോശുവയുടെ കൽപ്പന, നീ ഗിബിയോനിൽ നിൽക്കുക. And looking at the moon, he said, "Moon, stop at the valley of Alijon." അലിജോന്റെ താഴ്വരയിൽ ചന്ദ്രനെ നിർത്തുന്ന യോശുവയെ കുറിച്ച് നാം വായിക്കുന്നു. Joshua didn't think how it is going to happen. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് യോശുവ ചിന്തിക്കുന്നില്ല. Joshua didn't think if the sun stops in one part of the world, what will happen in another part of the world. സൂര്യൻ ഒരു ദിശയിൽ മാത്രം നിൽക്കുകയും മറുദിശയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നുവെന്ന് യോശുവയുടെ ചിന്താവിഷയമല്ല. Joshua knew that the how factor belongs to God. യോശുവയ്ക്ക് അറിയാമായിരുന്നു എങ്ങനെയെന്നുള്ളത് ദൈവത്തിനുള്ള കാര്യമാണ്. But my duty is to believe and exercise this living faith on God. എന്റെ ഉത്തരവാദിത്വം വിശ്വസിച്ച് ഈ ജീവനുള്ള വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുക. And when we read Joshua 10 verse 12 to 14, യോശുവ 10-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ നാം വായിക്കുമ്പോൾ, there we see nothing like this ever happened before in the history of mankind. മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ ഇതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. Never God heard the voice of man like he did this time, because God was fighting for his people. ഇസ്രായേലിന്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിച്ചതുകൊണ്ട് ഇതുവരെ ഇങ്ങനെയൊന്നും ദൈവജനത്തിന്റെ മധ്യത്തിൽ സംഭവിച്ചിട്ടില്ല. We see about the same thing happening while the Israelites were crossing the Red Sea. റെഡ് സീ കടന്നുപോയപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിച്ചതായി നാം വായിക്കുന്നു. Moses did not worry how it is going to happen. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മോശ ചിന്തിച്ചില്ല. Moses knew that the how factor belongs to God. മോശയ്ക്കും അറിയാമായിരുന്നു എങ്ങനെയെന്നുള്ളത് ദൈവത്തിന്റെ വിഷയമാണ്. And God did what he was supposed to do. എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം അറിഞ്ഞു, ദൈവം ചെയ്തു. He parted the Red Sea and people walked as if with a dry land. ചെങ്കടലിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തുകൂടെ തന്റെ ജനത്തെ ദൈവം നടത്തി. Walls of water were on the sides of them, but they walked through the dry ground. അവര് ഉണങ്ങിയ നിലത്തുകൂടെ നടന്നു പോയപ്പോൾ ഇരുവശത്തും മതിലുപോലെ വെള്ളം നിൽക്കുകയാണ്. We read about the same thing happening during the fall down of Jericho's wall. യെരിഹോയുടെ മതിലുകൾ തകർന്നു വീണ സന്ദർഭത്തിലും ഇതേ വിഷയം നാം വായിക്കുന്നു. God told his people, walk around the city for 7 days. 7 ദിവസം ഈ പട്ടണത്തിന് ചുറ്റും നടക്കുവാൻ ദൈവം കൽപ്പിക്കുന്നു. They didn't think how it is going to happen. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് അവർ ചിന്തിച്ചില്ല. They just obeyed the commandment of God. കർത്താവിന്റെ കൽപ്പനയെ അവർ അംഗീകരിച്ചു, അനുസരിച്ചു. They just believed on the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അവർ വിശ്വസിച്ചു. And when they walked and walked for 7 full days, 7 ദിവസം ഈ പട്ടണത്തിന് ചുറ്റും നടന്നു കഴിഞ്ഞപ്പോൾ, lo and behold, both the walls of Jericho, the outer wall and the inner wall, comes collapsing down. യെരിഹോയുടെ അകത്തും പുറത്തുമുള്ള മതിലുകൾ ഇതാ ഒന്നുപോലെ താഴേക്ക് പതിക്കുകയാണ്. The same thing happened in John chapter 2 when Jesus turned the water into wine. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. The Lord said to the servants, fill the water pots. കർത്താവ് ദാസന്മാരോട് പറയുന്നു, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. The Lord was told there is no wine. കർത്താവിനോട് പറഞ്ഞു, ഇവിടെ ഇവർക്ക് വീഞ്ഞില്ല. But the Lord says, fill the water pots with water. ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. The servants didn't say, Lord, we don't want water, we want wine. ഇവിടെ ദാസന്മാർ പറയുന്നില്ല, കർത്താവേ ഞങ്ങൾക്ക് വെള്ളമല്ല, വീഞ്ഞാണ് ആവശ്യം. The servants didn't think how this is going to happen. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ദാസന്മാർ ചിന്തിച്ചില്ല. They simply obeyed the Lord at his word. കർത്താവിന്റെ കൽപ്പനയെ അതുപോലെ അവർ അനുസരിച്ചു. They believed him at his word. അവന്റെ വാക്കുകളെ അവർ അംഗീകരിച്ചു. They did their part. അവർക്ക് ചെയ്യുവാനുള്ളത് അവർ ചെയ്തു. And the Lord fulfilled his part. ബാക്കി ചെയ്യുവാനുള്ളത് കർത്താവ് പൂർത്തീകരിച്ചു. The same thing happened in John chapter 11 when the Lord raised Lazarus from the dead. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. The people didn't think how it is going to happen. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ജനം ചിന്തിച്ചില്ല. The Lord said, roll away the stone. കർത്താവ് പറയുന്നു, കല്ല് മാറ്റുക. When they rolled away the stone, കല്ല് മാറ്റിയപ്പോൾ the how factor Jesus Christ himself took in his hand, and behold, he says, Lazarus, come forth. And Lazarus was alive and came out. ഇത് എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് കർത്താവ് തന്റെ കയ്യിൽ എടുത്തുകൊണ്ട് ലാസറെ പുറത്തു വരികയെന്ന് കൽപ്പിച്ചപ്പോൾ ജീവനുള്ളവനായി ലാസർ പുറത്തു വന്നു. Are you worried about the how factor of human life? മാനുഷിക ജീവിതത്തിന്റെ എങ്ങനെയെന്നുള്ള വിഷയത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നവരാണോ? Are you thinking, Lord, how in the world this is going to happen? ഈ ലോകത്തിൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടാറുണ്ടോ? Let me tell you this morning, the how factor belongs to God. ഈ രാവിലെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർപ്പിച്ചു കൊള്ളട്ടെ, എങ്ങനെയെന്നുള്ള വിഷയം അത് കർത്താവിൻ്റെതാണ്. What you and I have to do is
simply put a living true faith in the Lord in our day-to-day practical life. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ജീവനുള്ള വിശ്വാസം കർത്താവിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അനുദിനം ജീവിക്കുവാനിടയാണ്. The living faith does not consider the how factor of life. ഈ ജീവിക്കുന്ന വിശ്വാസം ജീവിതത്തിന്റെ എങ്ങനെയെന്നുള്ള വിഷയം മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. The living faith does not consider the when factor of life. അത് എപ്പോഴെന്നുള്ള വിഷയവും ജീവിക്കുന്ന വിശ്വാസത്തിന് പ്രസക്തമല്ല. It doesn't think when it is going to happen. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് വിശ്വാസം ഒരിക്കലും ചിന്തിക്കാറില്ല. Let's read Hebrews chapter 11 verse 13 through 16. 11-ാം അധ്യായം എബ്രായ ലേഖനം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. These all died in faith, not having received the promised, but having seen them and greeted them from afar off, and having acknowledged that they were strangers and exiles on the earth. For people who speak thus make it clear that they are seeking a homeland. If they had been thinking of that land from which they had gone out, they would have had the opportunity to return. But as it is, they desire a better country, that is a heavenly one. Therefore, God is not ashamed to be called their God, for He has prepared for them a city. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പ്രതീക്ഷിക്കണമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുമെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നത്. Here we read that Abraham and Sarah did not consider the when factor of life. അബ്രഹാമും സാരയും അവരുടെ ജീവിതത്തിൽ എപ്പോൾ എന്നുള്ള വിഷയത്തെ ഒരിക്കലും കാര്യമായി ചിന്തിച്ചിരുന്നു. When the Lord gave the promise to them, ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയപ്പോൾ they didn't receive the son immediately. അവർക്ക് ഉടനെ തന്നെ ആ മകനെ വാഗ്ദത്തം നിവൃത്തിയായി ലഭിച്ചില്ല. They didn't receive the son the next morning. അടുത്ത ദിവസം രാവിലെ മകനെ അവർക്ക് ലഭ്യമായില്ല. They didn't receive the son in the immediate future. ഉടനെ തന്നെ അവരുടെ ജീവിതത്തിൽ മകനെ അവർ പ്രാപിച്ചില്ല. Scripture says even after receiving this promise they had to wait for another almost 25 years. ആ ദൈവവചന പ്രകാരം കഴിഞ്ഞ കുറഞ്ഞപക്ഷം ഒരു 25 വർഷത്തോളം വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. But even in this waiting period they never considered or thought, Lord, when on earth this is going to take place. കർത്താവേ, ഇത് എപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. You have given us a promise. ഞങ്ങൾക്കൊരു വാഗ്ദത്തം അവിടുന്ന് നൽകിയല്ലോ. We waited for this year. ഇത്ര വർഷങ്ങളായി ഞങ്ങൾ കാത്തിരിക്കുന്നല്ലോ. We waited for one more year. ഞങ്ങൾ ഒരു വർഷം കൂടെ കാത്തിരുന്നു. We waited for so many years. ഇത്ര വർഷങ്ങളായി ഞങ്ങൾ കാത്തിരിക്കുന്നു. Lord, when this is going to happen. കർത്താവേ, ഇനി ഇത് എപ്പോൾ നടക്കുവാൻ പോവുകയാണ്? Oh, they never thought the when factor of life. എപ്പോൾ എന്നുള്ള വിഷയം അവർക്ക് ചിന്തനീയമായി. Because they knew that the when factor also, like the how factor, belongs to God. എങ്ങനെ എന്നുള്ള വിഷയം കർത്താവിനുള്ളതുപോലെ തന്നെ എപ്പോൾ എന്നുള്ളതും കർത്താവിന്റേതാണെന്ന് അവർ മനസ്സിലാക്കി. King Solomon truly writes in Ecclesiastes chapter 3 verse 11. ആ സഭാപ്രസംഗിയിൽ രാജാവായ സോളമൻ എഴുതിയിട്ടുണ്ടല്ലോ, God has done all things beautiful in His time. തന്റെ സമയത്ത് ദൈവം സകലവും മനോഹരമാക്കി സുന്ദരമാക്കി തീർത്തിരിക്കുന്നു. God has a timetable. ദൈവത്തിന് തന്റേതായ ഒരു ടൈം ടേബിൾ ഉണ്ട്. God has a time schedule. തന്റേതായ ഒരു ക്രമമുണ്ട് സകലത്തിന്. And He works everything at His own time. തന്റെ സമയത്ത് സകലവും ചെയ്യുന്നവനാണ് ദൈവം. He never does anything before time. സമയത്തിന് മുൻപ് അവനൊന്നും ചെയ്യുന്നില്ല. He doesn't do anything after the time. സമയത്തിന് ശേഷവും താൻ ഒന്നും ചെയ്യുന്നില്ല. At the right time He does fulfill His promises. തന്റെ വാഗ്ദത്തങ്ങളെ ഉചിതമായ സമയത്ത് തക്ക സമയത്ത് താൻ നിവർത്തിക്കുകയാണ്. So dear brethren, let me remind you this morning, like the how factor, the when factor also belongs to the Lord. പ്രിയമുള്ളവരെ, കർത്താവിന് എങ്ങനെയെന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ എപ്പോഴെന്നുള്ളതും കർത്താവിന്റേതാണ്. കർത്താവിന് നാം ഏൽപ്പിച്ചു കൊടുക്കും. Maybe you may be wanting it to be happening very soon. നിങ്ങൾ ഒരുപക്ഷേ ജീവിതത്തിൽ പലതും ഉടനെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാകും. We desire, Lord, maybe may that happen this year. നാം പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഈ വർഷം എനിക്കത് ലഭ്യമാകണം. We proclaim, we put a time limit and say, Lord, maybe by next year this time may I have that. നാം ഒരു സമയപരിധിയൊക്കെ വെച്ച് പറയാറുണ്ട്, കർത്താവേ ഈ സമയമാകുമ്പോൾ അടുത്ത വർഷം ഇതെനിക്ക് ലഭ്യമാകണം. But let's never put a time limit for God. കർത്താവിന് ഒരിക്കലും നാം ഒരു സമയപരിധി നൽകാതിരിക്കുക. He knows the right time.
ഉചിതമായ സമയം, തക്കതായ സമയം കർത്താവ് അറിയുന്നു. He does everything beautiful in his own time. തന്റെ സമയത്ത് സകലവും മനോഹരമാക്കി അവൻ തീർക്കുന്നു. Our times may go wrong. നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു എന്ന് വന്നേക്കാം. Our calculations may go wrong. നാം മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായി തീർന്നു എന്ന് വന്നേക്കാം. We are always late for all the things. പല കാര്യങ്ങൾക്കും നാം താമസിച്ച് എത്തുന്നവരാ. We may be early for many things. പല കാര്യങ്ങൾക്കും നാം മുമ്പേ എത്തിച്ചേരുന്നവരാ. We may never do a thing in right time. ഒരുപക്ഷേ സമയത്ത് നാം പലതും ചെയ്യാറില്ല. But we have a Lord who is living. എന്നാൽ നമ്മുടെ ജീവിക്കുന്ന ദൈവമുണ്ട്. And when he wants that we should put a living faith on him, നാം അവനിൽ ജീവിക്കുന്ന വിശ്വാസം വെക്കണമെന്ന് അവൻ ആഗ്രഹിക്കുമ്പോൾ, because he knows the when factor of our human life. നമ്മുടെ മാനുഷിക ജീവിതത്തിന്റെ എപ്പോഴെന്നുള്ള വിഷയം കർത്താവ് അറിയുന്നവനാണ്. And when the right time comes, ശരിയായ സമയം വരുമ്പോൾ he will do it all beautiful in his time. തന്റെ സമയത്ത് ഏറ്റവും സുന്ദരമായി, ഏറ്റവും മനോഹരമായി അവൻ ചെയ്യുന്നു. One of the beautiful examples we see in John chapter 11. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ഏറ്റവും മനോഹരമായ ദൃഷ്ടാന്തം നാം ഇതിനോടനുബന്ധിച്ച് വായിക്കുന്നത്. When Lazarus was sick, the Lord received message. ലാസർ രോഗിയായിരുന്നപ്പോൾ തന്നെ കർത്താവിന് ഈ വിവരം ലഭിക്കുകയാണ്. With our human finite minds, what would we think? നമ്മുടെ മാനുഷികമായ പരിമിതമായ ചിന്താഗതിയിൽ നാം എന്താണ് മനസ്സിലാക്കുന്നത്? He is serious. വളരെ രോഗാതുരനാണ്. He is bedridden. കിടക്കയിലാണ്. He is in a very critical condition. വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. Oh, just inform the Lord Jesus Christ. കർത്താവിന് വിവരം എത്തിക്കുക. Give a message to him. അവനോട് ഈ വിവരം അറിയിക്കുക. He will come running. അവൻ പെട്ടെന്ന് തന്നെ ഓടി ഇവിടെ എത്തിച്ചേരും. He will catch his hand and raise him and heal his sickness. അവന്റെ കൈ പിടിച്ച് ഉയർത്തി അവന്റെ രോഗത്തിന് അവൻ സൗഖ്യം നൽകും. Oh, they rushed to Jesus. കർത്താവിന്റെ അടുക്കലേക്ക് അവർ ഓടിപ്പോകും. They said, Lazarus, your friend is sick. കർത്താവേ, നിന്റെ സുഹൃത്തായ ലാസർ രോഗിയായിരിക്കുന്നു. The Lord didn't worry. കർത്താവ് ഇത് എന്നെ ചിന്തിപ്പിച്ച വിഷയമായില്ല. The Lord didn't hurry. കർത്താവ് പെട്ടെന്നൊന്നും ചെയ്തില്ല. The Lord didn't leave all his business and didn't rush to Bethany. ഇതെല്ലാം തന്റെ പ്രവൃത്തിയെല്ലാം ഉപേക്ഷിച്ച് ബethaniയിലേക്ക് ഓടി വരുന്നില്ല. But he stayed there where he was. താൻ ആയിരുന്ന സ്ഥലത്ത് കർത്താവ് കുറച്ചു സമയം കൂടെ തുടർന്നു. He carried on his work. തന്റെ പ്രവൃത്തി താൻ തുടർന്നുകൊണ്ടേയിരുന്നു. Why? എന്തുകൊണ്ട്? After 2000 years today we know, because the right time had not yet come. 2000 വർഷത്തിന് ശേഷം ഇന്ന് നമുക്കറിയാം തക്ക സമയം വന്നിരുന്നില്ല. After some time, കുറച്ചു സമയത്തിന് ശേഷം another messenger came. മറ്റൊരു ദൂതൻ എത്തുകയാണ്. Now go and tell the Lord. കർത്താവിനോട് പോയി പറയുക, Don't worry. ഇനി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. He is dead. അവൻ മരിച്ചു കഴിഞ്ഞു. Sickness is gone. അവന്റെ അസുഖമൊക്കെ കഴിഞ്ഞു. He is dead. അവൻ മരിച്ചു. Lazarus is dead. ലാസർ മരിച്ചു. When he received the death or news of Lazarus, ലാസറിന്റെ മരണത്തെ കുറിച്ചുള്ള വിവരം കർത്താവിന് ലഭിച്ചപ്പോൾ did the Lord rush back to Bethany? ബഥാനിയിലേക്ക് കർത്താവ് ഓടി വന്നു. Oh no, he never rushed. അവൻ അപ്പോഴും ധൃതി ചെയ്യുന്നതായി കാണുന്നു. Why he didn't come back immediately? ഉടനെ തന്നെ കർത്താവ് എന്തുകൊണ്ട് വന്നില്ല? By our human finite minds we may think, നമ്മുടെ പരിമിതമായ മാനുഷികമായ ചിന്താഗതിയിൽ നാം ഒരുപക്ഷെ ചിന്തിക്കും, if at least by the news of sickness he didn't come soon, at least by the news of death he will leave everything and come rushing. കർത്താവ് അവന്റെ അസുഖ വിവരം കേട്ടപ്പോൾ ഓടി വന്നില്ലെങ്കിലും കുറഞ്ഞപക്ഷം ഇവൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴെങ്കിലും താൻ വരേണ്ടതായിരുന്നല്ലോ. He never rushed. എന്നാൽ കർത്താവ് അവിടെയും ഒന്നും പെട്ടെന്ന് ചെയ്യുന്നില്ല. Why? എന്തുകൊണ്ടാണ്? After 2000 years today we know, because the right time had not yet come. 2000 വർഷത്തിന് ശേഷം ഇന്ന് ഞാനും നിങ്ങളും അറിയുന്നു, തക്ക സമയമായിരുന്നില്ല. After 2 days, 3 days, after 4 days he reaches that place. 2, 3, 4 ദിവസം മാത്രമാണ് കർത്താവ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. After 4 days when the Lord reaches that place, 4 ദിവസം കർത്താവ് ആ സ്ഥാനത്ത് എത്തിച്ചേർന്നപ്പോൾ what yours and mine finite minds will think, നാം നമ്മുടെ പരിമിതമായ ചിന്താഗതിയിൽ എന്താണ് ചിന്തിക്കുന്നത്? Lord Jesus Christ, you are 4 days late. കർത്താവായ യേശുവേ, നിങ്ങൾ 4 ദിവസം വൈകിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. Will we not say like that? നാം അങ്ങനെ പറയാറില്ലേ? Will we not think like that? നാം അങ്ങനെ ചിന്തിക്കാറില്ലേ? Lord, we told you he's sick. അവൻ അസുഖമായിരുന്നു കർത്താവേ, ഞങ്ങൾ എപ്പോഴേ നിന്നോട് പറഞ്ഞതായി. Lord, we told you he's dead. അവൻ മരിച്ചു എന്നുള്ള വിവരവും ഞങ്ങൾ നിന്നോട് അറിയിച്ചു. Lord, you were supposed to rush. കർത്താവേ, നിനക്ക് പെട്ടെന്ന് വേഗം ഇവിടെ എത്തേണ്ടതായിരുന്നല്ലോ. But lo and behold, you are coming now. You are 4 days late. കർത്താവേ, എന്നിട്ട് നോക്കുക, നീ ഇപ്പോൾ 4 ദിവസം വൈകിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. What does the raising account of Lazarus teach us this morning? ലാസറിനെ മരണത്തിൽ നിന്ന് ജീവിപ്പിച്ച ആ വലിയ സത്യം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? It teaches us that even if the Lord Jesus Christ is
4 days late according to mine and your reasoning, he is still on time. എന്റെയും നിങ്ങളുടെയും ചിന്താഗതി പ്രകാരം കർത്താവ് ലാസറിനെ അടുത്തെത്തുന്നതും തന്നെ ജീവിപ്പിച്ചതും 4 ദിവസം വൈകിയാണെങ്കിലും കർത്താവിന്റെ സമയപ്രകാരം അത് തക്ക സമയമാണ് എന്നുള്ളതാണ്. Though we may think he is late, താൻ വൈകിയെന്ന് നാം ചിന്തിച്ചാലും, though we may think he is not responding, കർത്താവ് മറുപടി നൽകുന്നില്ല എന്ന് നാം വിചാരിച്ചാൽ, but always remember, even if he is late, he is still on time. നാം മനസ്സിലാക്കുക, താൻ വൈകിയെന്ന് നാം ചിന്തിച്ചാലും താൻ തന്റെ സമയത്ത് ചെയ്യുകയാണ്. He is the God to whom the time factor belongs. കർത്താവ് സമയത്തെ നിയന്ത്രിക്കുന്ന, സമയത്തെ തന്റെ കൈകളിൽ വഹിക്കുന്നവരാണ്. Never worry about the when of God's promises. കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ എപ്പോഴെന്നുള്ള വിഷയം നമ്മെ ഭാരപ്പെടുത്തരുതേ. Just like the how factor, the when factor also belongs to God. എങ്ങനെയെന്നുള്ള ആ വിഷയം ഉള്ളതുപോലെ തന്നെ എപ്പോഴെന്നുള്ളതും അത് കർത്താവിന്റേതാണ്. So let's leave the how and the when, all these matters, in the hands of our living God. നമ്മുടെ ജീവിതത്തിന്റെ എങ്ങനെ എപ്പോഴെന്നുള്ള വിഷയങ്ങളെല്ലാം ജീവിക്കുന്ന ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. Now the why factor. ഇനി എന്തുകൊണ്ടെന്നുള്ള വിഷയം. God gave them a son. ദൈവം അവർക്ക് ഒരു മകനെ നൽകി. Son of an old age. പ്രായത്തിൽ അവർക്ക് ലഭ്യമായ ഒരു മകൻ. The only son. ഏകജാതനായ മകൻ. They used to love him. അവനെ വളരെയധികം അവർ സ്നേഹിച്ചിരുന്നു. They named him Isaac. അവന് ഇസ്ഹാക്ക് എന്നുള്ള നാമം നൽകി. But in Genesis 22 we read something. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നാം മറ്റൊരു വിഷയമായി God very specifically tells Abraham. എബ്രഹാമിനോട് ദൈവം വളരെ വ്യക്തമായി പറയുന്നു, Abraham, take up thy son, thy only son, Isaac, whom thou lovest. 4 specifications, and says, offer him as a burnt offering to the place, in the place where I shall tell you of. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കർത്താവ് അബ്രഹാമിനോട് വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ മകനെ, നിന്റെ ഏകജാതനായ മകനെ ഇസ്ഹാക്കിനെ, നീ സ്നേഹിക്കുന്ന പുത്രനെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ യാഗമായി അർപ്പിക്കുക. Put yourself in Abraham's shoes. അബ്രഹാമിന്റെ സ്ഥാനത്ത് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. What would be the first word that would come out of our lips? നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ ശബ്ദം എന്തായിരിക്കും? Lord, why? കർത്താവേ, എന്തുകൊണ്ട്? Why this? എന്തിന് ആണ്? If only you wanted a son. നീ ഞങ്ങൾക്കൊരു മകനെ തരുവാൻ ആഗ്രഹിച്ചെങ്കിൽ, If you wanted a son, കർത്താവേ നിനക്കൊരു മകനെയാണ് ആവശ്യമെങ്കിൽ, why you gave it to us? പിന്നെ എന്തിന് ഈ മകനെ ഞങ്ങൾക്ക് തന്നു? We need a son. ഞങ്ങൾക്കൊരു മകനെ ആവശ്യമുണ്ട്. This is our son. ഇത് ഞങ്ങളുടേതാണ്. We love. ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നു. Now he is young. അവൻ ഇന്ന് ചെറുപ്പക്കാരനാണ്. Now he is handsome. അവൻ വളരെ സുന്ദരനാണ്. Now he is ready to take the responsibilities of life. ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ ചെയ്യുവാൻ അവൻ പ്രാപ്തനാണ്. And at the prime fold of life you are saying, give me. അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും യുവത്വത്തിന്റെ ആ മൂർധന്യാവസ്ഥയിൽ അവനെ ഞങ്ങളിൽ നിന്ന് നീ എടുക്കുകയാണോ? Why? എന്തുകൊണ്ട് കർത്താവേ? Did Abraham and Sarah ask? അബ്രഹാമും സാറയും ഈ ചോദ്യം ചോദിക്കുന്നുണ്ടോ? They never asked. അവരൊരിക്കലും ചോദിച്ചില്ല. Let's read verse 17 to 19. 11-ാം അധ്യായം എബ്രായ ലേഖനം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. By faith Abraham, when he was tested, offered up Isaac, and he who had received the promises was in the act of offering up his only son, of whom it was said, through Isaac shall be your offspring be named. He considered that God was able even to raise him up from the dead, from which, figuratively speaking, he did receive him back. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. Like previously, like they didn't consider the how factor or the when factor, even in this situation, Abraham and Sarah, they never considered the why factor. അവരുടെ ജീവിതത്തിന് മുൻപുള്ള അനുഭവങ്ങളിൽ എങ്ങനെ എപ്പോഴെന്നുള്ള വിഷയം അവർ ചിന്തിക്കാതിരുന്നത് പോലെ ഇവിടെ എന്തുകൊണ്ട് എന്നുള്ള വിഷയം അവരെ ഭാരപ്പെടുത്തി. They never doubted the goodness of God. ദൈവത്തിന്റെ നന്മയെ അവർ ഒരിക്കലും സംശയിച്ചില്ല. They never doubted the blessings
blessings of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളിൽ അവരൊന്നും സംശയിച്ചില്ല. They never asked anything in return to the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് പകരമായി എന്തെങ്കിലും ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. They never asked anything in return to the demands of God. ദൈവത്തിന്റെ ആവശ്യങ്ങളോടൊക്കെ പകരമായി എന്തെങ്കിലും അവർ പ്രതീക്ഷിച്ചില്ല. When God demanded, they didn't ask, Lord, why? ദൈവം ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് എന്നവർ ദൈവത്തോട് മറുചോദ്യം ചോദിച്ചു. Because he knew, like the how and the when, the why factor also belongs to God. എങ്ങനെ എപ്പോഴെന്നുള്ള വിഷയം ദൈവം കൈകാര്യം ചെയ്യുന്നത് പോലെ എന്തുകൊണ്ടെന്നുള്ളതും ദൈവത്തിൻ്റെതാണെന്ന് അവർ മനസ്സിലാക്കി. They must have believed somewhat like this. ഇങ്ങനെ ഒരു പക്ഷേ അവർ വിശ്വസിച്ചു കാണും. God has given us a son. ദൈവം ഞങ്ങൾക്കൊരു മകനെ തന്നു. And he is asking us him back. ഈ മകനെ ദൈവം തിരികെ ചോദിക്കുകയാണ്. The God who can give us one son in our old age. ഞങ്ങളുടെ ഈ പ്രായത്തിന്റെ സമയത്ത് ഒരു മകനെ തരുവാൻ കഴിഞ്ഞ ദൈവം. Now this God, when he is asking him, ഈ മകനെ തിരികെ ദൈവം ചോദിക്കുമ്പോൾ, and when he will be dead, അവൻ മരിച്ചു കഴിഞ്ഞാൽ, when he will be in ashes, അവൻ കത്തി ചാമ്പലായി തീരുമ്പോൾ, even from those ashes God can give us another son. ഈ ചാമ്പലിൽ നിന്ന് പോലും ചാരത്തിൽ നിന്ന് പോലും ദൈവം മറ്റൊരു മകനെ ഞങ്ങൾക്ക് തരുവാൻ കൽപ്പുള്ളവനാണ്. The why factor belongs to God. എന്തുകൊണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെതാണ്. He never does any mistake. ഒരു തെറ്റും അവൻ ചെയ്യുന്നില്ല. He never does anything wrong. തെറ്റായിട്ടൊന്നും അവൻ പ്രവർത്തിക്കുന്നില്ല. I don't know what your life situations are this morning. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്താണെന്നുള്ളത് എനിക്കറിയില്ല. But if you are undergoing these adverse situations in life, എന്നാൽ ജീവിതത്തിന്റെ വിപരീത പരിസ്ഥിതികളെ ഇന്ന് നിങ്ങൾ തരണം ചെയ്യുന്നവരാണെങ്കിൽ, may I encourage you this morning, never ask the why question to God. ദൈവത്തോട് ഒരിക്കലും എന്തുകൊണ്ട് എന്ന് ഈ പരിസ്ഥിതിയിൽ നിങ്ങൾ ചോദിക്കാതിരിക്കട്ടെ. Whatever God does, it is for our own good, for our own benefit, because God doesn't make a mistake. ദൈവം ഒരിക്കലും തെറ്റ് ചെയ്യാത്തവനായതുകൊണ്ട് എന്ത് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും നല്ലതാണ് എന്ന് നമുക്ക് പൂർണ്ണമായി We വിശ്വസിക്കാം. see a good example in the life of Job. യോബിന്റെ ജീവിതം വളരെ നല്ലൊരു ദൃഷ്ടാന്തമാണ്. Just in a matter of small time, he lost everything. ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ തനിക്കുള്ളതെല്ലാം താൻ നഷ്ടമായി. He lost his riches. തന്റെ ധനം തനിക്ക് നഷ്ടപ്പെട്ടു. He lost his cattle. തന്റെ സമ്പത്ത് മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു. He lost his health. തന്റെ ആരോഗ്യം തനിക്ക് നഷ്ടപ്പെട്ടു. He lost his children. മക്കളെ തനിക്ക് ഇല്ലാതാവുന്നു. He lost literally everything. തനിക്കുള്ളതെല്ലാം നഷ്ടമായി. And maybe he is standing in the graveyard. അവിടെ താൻ ആ കബറിടത്തിൽ ഒരുപക്ഷെ നിൽക്കുകയാണ്. Maybe 10 graves have been dug there. അനവധി 10 മക്കൾക്ക് വേണ്ടി അവിടെ ആ കബറിടം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 7 sons, 3 daughters, they're all lying down there to be buried. ഈ 7 ആൺമക്കളും 3 പെൺമക്കളും അവരെ കബറടക്കുവാനായി കിടത്തിയിരിക്കുകയാണ്. All are looking to Job. എല്ലാവരും യോബിനെ ശ്രദ്ധിക്കുകയാണ്. Job's friends are looking at him. യോബിന്റെ സുഹൃത്തുക്കൾ അവനെ ശ്രദ്ധിക്കുന്നു. Job's critics are looking at him. അവനെ വിമർശിക്കുന്നവരും അവനെ ശ്രദ്ധിക്കുകയാണ്. Job's wife is looking at him. യോബിന്റെ ഭാര്യയും തന്നെ ശ്രദ്ധയോടുകൂടെ നോക്കുകയാണ്. Maybe the people around, they are looking at Job. ആ തന്റെ സുഹൃത്തുക്കളായ ഇതര മനുഷ്യരും ഈ യോബിനെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. But behold, Job is looking up to heaven and says, the Lord has given, the Lord has taken, blessed be the name of the Lord forever. സ്വർഗ്ഗത്തിലേക്ക് നോക്കി യോബ് പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Even in that trying times, Job never asked, Lord, why all this? തന്റെ ജീവിതത്തിലെ ഏറ്റവും പരിശോധിക്കപ്പെട്ട നിമിഷത്തിൽ പോലും കർത്താവേ എന്തുകൊണ്ട് എന്ന് യോബ് ചോദിക്കുന്നില്ല. Even in that time, he by faith he just says, declares, the Lord gave, the Lord has taken, blessed be the name of the Lord. ആ സന്ദർഭത്തിൽ പോലും പൂർണ്ണ വിശ്വാസത്തോടുകൂടി അബ്രഹാം യോബ് പറയുകയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. The Lord works in our life in a mysterious way. നാം മനസ്സിലാക്കാത്തതിൽ വളരെ അത്ഭുതകരമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. We may never understand the plans and the purposes of God today. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ദൈവിക ഉദ്ദേശങ്ങളെ, ദൈവിക പരിപാടികളെ പൂർണ്ണമായി നാം മനസ്സിലാക്കുന്നുള്ളൂ. But the hymn writer has written like this. എന്നാൽ പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ, God is his own interpreter and he will make it plain someday. ആ ദൈവം തന്നെ വ്യാഖ്യാതാവാണ്. താൻ സമയത്ത് സകലവും നമുക്ക് വെളിപ്പെടുത്തും. Let's not ask the why factor to God. ദൈവത്തോട് എന്തുകൊണ്ട് നമുക്ക് ചോദിക്കാതിരിക്കാം. Let's not ask the when factor to God. എങ്ങനെയെന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. Let's not ask the how factor to God. എങ്ങനെ എപ്പോഴെന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. And like Abraham and Sarah, if we completely and implicitly put our living faith on the Lord, അബ്രഹാമിനെയും സാറയെയും പോലെ പൂർണ്ണമായ ജീവിത വിശ്വാസം കർത്താവിൽ നാം അർപ്പിക്കുന്നെങ്കിൽ, one big blessing that we receive
is recorded for us in Genesis chapter 21 verse 7. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം പ്രാപിക്കുവാൻ പോകുന്ന വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു. Shall we read that verse? നമുക്ക് ആ വാക്യം വായിക്കാം. Genesis chapter 21 verse 7. ഉൽപ്പത്തി 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. These are the words of Sarah, Abraham's wife. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. She said, "Who would have said to Abraham that Sarah would nurse children, yet I have borne him a son in his old age." സാറ പറയുന്നു, സാറ മക്കൾക്ക് മുല കൊടുക്കുമെന്ന് അബ്രഹാമിനോട് ആർ പറയുമായിരുന്നു? അവന്റെ വാർദ്ധക്യത്തിലല്ലോ ഞാൻ ഒരു മകനെ പ്രസവിച്ചത് എന്നും അവൾ പറഞ്ഞു. Carefully observe the words of Sarah. സാറയുടെ വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുക. What is Sarah saying? സാറ എന്താണ് ഇവിടെ പറയുന്നത്? Sarah is saying, "I have received a blessing." ഞാൻ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. And what's the description of that blessing? ഇതിന്റെ വിവരണം എന്താണ്? She says, "Who would have said that I will be like this?" അവൾ പറയുകയാണ്, ആര് ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത്? Who would have said? ആര് പറയുമായിരുന്നു? Who would have thought? ആര് ചിന്തിക്കുമായിരുന്നു? Who would have considered? ഇങ്ങനെ ആർക്ക് വിചാരിക്കാമായിരുന്നു? Who would have said the Lord will bless me? ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ആര് പറയുമായിരുന്നു? Dear believers, that's going to be your portion. പ്രിയമുള്ളവരെ, നിങ്ങളുടെയും അനുഭവം ഇതായി തീരും. When you leave the how, when and why to God, എങ്ങനെ, എപ്പോൾ, എന്തുകൊണ്ടെന്നുള്ള ഭാഗങ്ങൾ ദൈവത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കും. God will take care of you. ദൈവം നിങ്ങളെ പരിപാലിക്കും. God will protect you. ദൈവം നിങ്ങളെ കരുതും. God will bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. And when you receive His blessing, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കുമ്പോൾ you shall testify before others. Who could have said, "I will be blessed like this"? ആ നാമം ദൈവസന്നിധിയിൽ ദൈവജനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് പറയും, ആർക്ക് ഇങ്ങനെ പറയുമായിരുന്നു ദൈവം എന്നെ ഈ നിലയിൽ അനുഗ്രഹിക്കുമെന്ന്. Life of Abraham and Sarah is a challenge before us. അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതം നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയാണ്. Let's believe on the Lord Jesus Christ like they did. ഇവരെ പോലെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്കും വിശ്വസിക്കാം. Let's leave everything into the hands of the Lord. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. The Lord will lead us through. ദൈവം നമ്മെ നയിക്കും. In this pilgrim journey, the Lord will lead us through. നമ്മുടെ ഈ മരുഭൂമി യാത്രയിൽ ദൈവം നമ്മെ നയിക്കും. And time and again, when we receive His blessing, like Sarah, we shall also say, "Who would have said? Who would have said, I'll be blessed?" നാം നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കുമ്പോൾ സാറയെ പോലെ നമുക്കും പറയുവാൻ കഴിയും, ആര് പറയുമായിരുന്നു, ആർക്ക് ചിന്തിക്കാമായിരുന്നു ദൈവം എന്നെ ഇങ്ങനെ അനുഗ്രഹിക്കും. Not only the life of Abraham and Sarah, അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതം മാത്രമല്ല, not only the life of Moses, മോശയുടെ ജീവിതം മാത്രമല്ല, so many men and women of God in chapter 11 of Hebrews. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ അനവധി ദൈവദാസന്മാർ, ദൈവദാസിമാർ, so many lives of our own fathers and forefathers in the past we know. നമ്മുടെ തന്നെ പിതാക്കന്മാരായിരിക്കുന്നവരുടെ അനേകരുടെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. The Lord has led them through. ദൈവം അവരെ നയിച്ചു. The same God is the same yesterday, today and forever. അതേ ദൈവം നമ്മുടേതാണ്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. He will lead us through. അവൻ നമ്മെ നയിക്കും. So let's believe Him and trust Him. നമുക്ക് അവനെ വിശ്വസിക്കാം, നമുക്ക് അവനിൽ ആശ്രയിക്കാം. And let us give Him all the glory. സകല മഹത്വവും നമുക്ക് അവനെ. A hymn writer has sung like this. ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്. It's a very old song. I want you to join with me in singing this. എന്നോടുകൂടെ ആ പഴയ പാട്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പാടാം. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുമായിരങ്ങൾ ആടെയാടെ ഞാൻ. സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലും നിൽക്കുമായിരങ്ങൾ ആകെയാടെ ഞാൻ. ഭാരവും പാപവും വിട്ടു ഞാനോടുമേ, നേരവും യേശുവേ നോക്കിടും. ഭാരവും പാപവും വിട്ടു ഞാനോടുമേ, നേരവും യേശുവേ നോക്കിടും. സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. Let's be believing and trusting Christians. നാം വിശ്വസിക്കുന്ന, ആശ്രയിക്കുന്ന ക്രിസ്ത്യാനികളായി തീരാം. May God's name be glorified. ദൈവനാമം